വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്നത്തെ നല്ലൊരു ഡിഷാണ്, നല്ല വെറൈറ്റി വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ മലയാളീസ് കിച്ചൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ കാണുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഡിഷ് എന്നത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഞാൻ ഉമാകൃഷ്ണൻ. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല സ്വീറ്റായിട്ട് ഒരു ഹൽവ തയ്യാറാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട്, ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ബ്രെഡിൻ്റെ സ്ലൈഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2, 4, 6 അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു പീസ്. അപ്പോൾ അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് ചിലപ്പോൾ അവോയ്ഡ് താല്പര്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്ത് എടുക്കാതിരിക്കുക. ഞാനിപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പാലൊഴിച്ച് ഇത് നമുക്ക് ഈ പാലൊന്ന് മുങ്ങിക്കിടക്കണം. ഇപ്പം വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒഴിക്കാം. ബ്രെഡാണ്, പെട്ടെന്ന് അതങ്ങ് കുതിർന്ന് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതുപോലെ ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് പാലോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പം ബ്രെഡ് ഒന്ന് പൊടിച്ചു, അതിലേക്ക് ആവശ്യത്തിന് പാൽ. ഞാൻ 1 കപ്പ് പാലെടുത്തിട്ട് 3/4 കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അവിടെ നിങ്ങൾ എടുക്കുന്നത് എത്രയോ അതനുസരിച്ച്. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക. ഇതിന് നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ്. അപ്പോൾ ഹൽവ ആയതുകൊണ്ട് തന്നെ നെയ്യ് നമുക്ക് ആവശ്യമുള്ളൊരു വസ്തുവാണ്. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഞാനിപ്പോൾ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ബാറ്റർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഹൽവ ആകുമ്പോഴത്തേക്കിനും അത് ഓയിലിയാണ് അല്ലെങ്കിൽ ഫാറ്റാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവയിൽ പോലും നല്ല ഓയിലായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് നമുക്കൊന്ന് ഇപ്പം വിട്ട് വരുന്ന ഒരു അവസ്ഥ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം നന്നായിട്ട് ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി, പഞ്ചസാര മധുരം അനുസരിച്ച്. ഞാൻ എടുത്തിട്ടുള്ള സ്വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ നിങ്ങൾ സ്വീറ്റ് ബ്രെഡ് എടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പിഞ്ചോളം ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് മെൽറ്റായിട്ട് അതും നമ്മുടെ ബ്രെഡുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ അതിന് ശേഷം ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നെയ്യും ഏകദേശം തെളിഞ്ഞ് വരാൻ തുടങ്ങി. അതുപോലെ ബ്രെഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് അതിൽ നിന്നും നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി നമുക്ക് ഈ പാനിൽ ഒട്ടാത്ത രീതിയിൽ പറ്റി പിടിക്കാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് കാഷ്യൂ, കിസ്മിസ്, ബദാം, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്താണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആഡ് ചെയ്യാറുള്ളത് പോലെ ആഡ് ചെയ്യാം. ഞാനിവിടെ കിസ്മിസ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനിപ്പം ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിഷിലോട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഹൽവ ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനിത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റിലോട്ടാണ് ഞാൻ മാറ്റിയത്. നമുക്കൊന്ന് തിരിച്ച് എടുക്കാം. അതുപോലെ ബ്രെഡിൻ്റെ ഹൽവ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ നമുക്ക് ബ്രെഡ് ഹൽവയൊക്കെ നമ്മൾ സ്പൂണിൽ കോരി ഒരു ചെറിയൊരു ഡിഷിൽ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിലൊക്കെയാണ് നമ്മൾ കഴിക്കാറ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ബ്രെഡ് ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ സ്വീറ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്
അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.